Friends, welcome to the channel. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു വയർലെസ് ഗെയിമിംഗ് പാഡ് ആണ്. ബഡ്ജറ്റ് റേഞ്ചിൽ വരുന്ന ഒരു ഗെയിമിംഗ് പാഡ് ആണ്. ഒരു 1500 1700 ആ റേഞ്ചിലൊക്കെ വരുന്ന ഒരു ഗെയിമിംഗ് പാഡ് ആണ്. നല്ല ക്വാളിറ്റി ഗെയിമിംഗ് പാഡ് ആണ്. കാരണം എടുത്ത് പറയാനത് കാരണം നമ്മൾ ഇതിന് കുറച്ച് കാലം മുമ്പ് തന്നെ കോസ്മിക് ബൈറ്റ്സിന്റെയും റെഡ് ഗിയറിന്റെ ഒക്കെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഒരു ബഡ്ജറ്റ് റേഞ്ചിലൊക്കെ. അപ്പോൾ അതിൽ കോസ്മിക് ബൈറ്റ്സിന്റെ ഗെയിമിംഗ് പാഡാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ റീസെന്റ് ഗെയിമിംഗ് സംഭവങ്ങളൊക്കെ തുടങ്ങി നമ്മൾ രണ്ടാം ചാനൽ കാണാത്തവരെ കണ്ടുനോക്കാം. നമ്മൾ അതിൽ ഗെയിമിംഗ് സാധനങ്ങളൊക്കെ ഇടുന്നുണ്ട്. സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മളേക്ക് ഷെയർ ചെയ്യാം. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെസ്സേജ് ഓപ്ഷൻ കിട്ടും. നിങ്ങൾക്ക് അതിൽ വേണമെങ്കിൽ മെസ്സേജ് ചെയ്യാം. പിന്നെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമന്റ് റിപ്ലൈ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മളൊന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ EvoFoxന്റെ എലൈറ്റ് XPC എന്ന് പറഞ്ഞ ഒരു ഗെയിമിംഗ് പാഡാണ്. അത് ഓൾമോസ്റ്റ് 1600 ആ റേഞ്ചൊക്കെ നമുക്ക് പ്രൈസ് വരുന്ന സംഭവമാണ്. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അത്യാവശ്യം നമ്മളിപ്പോൾ ഈ അൺബോക്സ് ചെയ്ത ബ്രാൻഡുകൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ല ക്വാളിറ്റി EvoFoxന്റെ ബ്രാൻഡ് തന്നെയാണ്. ജോയ്സ്റ്റിക്കിനാണെന്ന് എടുത്ത് പറയേണ്ടി വരും. ഓൾമോസ്റ്റ് എല്ലാം അതേ സെയിം റേഞ്ചൊക്കെ തന്നെയാണ്. ഇതിൽ ആക്ച്വലി പ്രൊഡക്റ്റ് ഞാൻ ചാർജിങ് ചെയ്യട്ടെ. തീരെ ചാർജിങ് ഒന്നുമില്ല സാധനത്തിൽ. നമുക്ക് ഇതെല്ലാ ഗെയിമിംഗ് പാഡ്സുകളും നമുക്ക് ഓൾമോസ്റ്റ് ഒരു 6 to 8 മണിക്കൂർ നമുക്ക് ബാക്കപ്പ് കിട്ടും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ അടുപ്പിച്ച് എന്തായാലും 6-8 മണിക്കൂറൊന്നും ഗെയിം കളിക്കില്ല. അങ്ങനെ ഗെയിം കളിച്ച് നിങ്ങളുടെ കണ്ണിൻ്റെ അടപ്പ് വരും. അപ്പോൾ അത് ഞാൻ റെക്കമെൻഡും ചെയ്യുന്നില്ല. EvoFox എന്ന് പറയുന്നത് ഒരു Amkette എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഒരു സൈഡ് ബ്രാൻഡാണ്. EvoFox എന്ന് പറയുന്നത് അവർ കുറേ നമ്മുടെ ഗെയിമിംഗ് അക്സസറീസും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ അക്സസറീസും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്. EvoFoxന്റെ ലോഗോ ഒക്കെ നിങ്ങൾ കണ്ടായിരിക്കും കൊടുക്കേണ്ട സാധനം. ഇതിൻ്റെ ഉള്ളിൽ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ അൺബോക്സ് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ജസ്റ്റ് ഒരു സ്പെക്സ് കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇതിൽ MRP കൊടുത്തേക്കുന്നത് 2200 രൂപയാണ്. അതുപോലെ തന്നെ 1 year വാറണ്ടി, ഹാസൽ ഫ്രീ വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 8 hours ഓഫ് ഗെയിം പ്ലേ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡോങ്കിളാണ് നമുക്ക് വയർലെസ് 2.5 GHz വർക്ക് ചെയ്യുന്ന ഡോങ്കിളാണ്. നമ്മുടെ വയർലെസ് കീബോർഡ് മൗസ് ഒക്കെ വർക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അത് സിമ്പിളി അത് പെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നോർമലി അത് കുത്തി തന്നെ ഓട്ടോമാറ്റിക്കലി പെയർ ആകും. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് വലിയ സംഭവം അതുപോലെ തന്നെ പെയർ ചെയ്യണം അങ്ങനെ എൻ്റെ പ്രൊസീജിയർ സംഭവം ഒന്നും എടുത്ത് പറയുന്നില്ല. 0 lakh കണക്ടിവിറ്റി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. പിന്നെന്താ, ഇതിൽ നമുക്ക് കുറേ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറേ എക്സ്ട്രാ സ്വിച്ചുകൾ ഉണ്ടെങ്കിൽ നമുക്കിതിൽ വൈബ്രേഷൻ മോട്ടോഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ സോണി PS5 ജോയ്സ്റ്റിക്കിൻ്റെ ഒക്കെ പോലെ അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും. എന്ന് വെച്ചാൽ ഇതിൽ നോർമലി നമ്മൾ ഈ കണ്ട ഇതിനകത്തൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ നോർമലി ഭയങ്കര ബട്ടൺസും സംഭവങ്ങളൊക്കെ കൂടുതലുണ്ട്. ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പ്രൈസ് പക്ഷേ കൂടുതലല്ല, അതാണ് വ്യത്യാസം. അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ അൺബോക്സിംഗ് ഡീറ്റെയിൽസിലേക്ക് പോകാം. അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ EvoFoxന്റെ ഈ ലൈറ്റ് എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ബോക്സ് വരുന്നത്. അപ്പോൾ ബ്ലൂ കളർ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാമായിരിക്കും. EvoFoxന്റെ ബ്രാൻഡിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. നമ്മുടെ ഫോക്കസിങ് എന്ത് പറ്റിയാവോ? ഓക്കെ. പിന്നെ നമുക്ക് ബാക്ക് സൈഡിലായിട്ട് അതിൻ്റെ സ്വിച്ചുകളുടെ സംഭവങ്ങളൊക്കെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ എന്ത് പ്രൊസിഷൻ സംഭവങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് എന്തൊക്കെ ചെയ്യാൻ പറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് അതിൻ്റെ പ്രൈസിങ് ഡീറ്റെയിൽസും സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 2300 രൂപയാണ് പ്രൈസ് കൊടുത്തേക്കുന്നത്. 1600 രൂപ റേഞ്ചൊക്കെ നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബെസ്റ്റ് ബൈ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് 1 year വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. സംഭവം ഇമ്പോർട്ടഡ് ഫ്രം ചൈന തന്നെയാണ് കേട്ടോ. അതിന് വലിയ സംശയമൊന്നുമില്ല. അവിടെ ഒരു സെപ്പറേറ്റ് സ്റ്റിക്കറോട് ചെയ്യണം. ചാർജിങ് കേബിളും കാര്യങ്ങളൊക്കെ ഉള്ളിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ Type-C ചാർജറാണ് വരുന്നത്. അതുപോലെ കേബിളാണ് വരുന്നത്. പ്ലേ വിത്ത് പവർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡുവൽ വൈബ്രേഷൻ ഇഫക്റ്റ് കാര്യങ്ങളൊക്കെ, അതായത് ഒരു ഡുവൽ വൈബ്രേഷൻ മോട്ടറിലുണ്ട്. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതിൻ്റെ മോട്ടറിൻ്റെ ഇൻറ്റൻസിറ്റി കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ നമുക്ക് ആ ഗെയിം പാഡ് തന്നെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. 0 lakh കണക്ടിവിറ്റി ആണ് കൊടുത്തിട്ടുണ്ട്. 8 hour ഓഫ് ഗെയിം പ്ലേ, D ഇൻപുട്ട് X ഇൻപുട്ട് കൊടുത്തിട്ടുണ്ട്. സംഭവം നമുക്ക് ലൈറ്റ് ആക്കാണ്ട് അൺബോക്സിങ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടുന്നത് അവരുടെ തന്നെ ഒരു യൂസർ മാനുവലാണ്. അത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡോങ്കിൾ, അതായത് നമുക്ക് ഇത് നമുക്ക് വർക്ക് ചെയ്യുന്നത് 2.5 GHz നമ്മുടെ വൈഫൈയിലാണ് സംഭവം വർക്ക് ചെയ്യുന്നത്. നമ്മുടെ നോർമൽ വയർലെസ് നമ്മുടെ മൗസും കീബോർഡൊക്കെ ഉണ്ടല്ലേ, അതേ സെയിം സംഭവം തന്നെ. ഇത് ജസ്റ്റ് ഇത് കുത്തിയാൽ മതിട്ടാണ്. ഇതിൻ്റെ ഞാൻ പ്രൊസീജിയർ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ ഗെയിം പാഡ് വരുന്നത്. ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി ഉണ്ടാ. ശരിക്കും എടുത്ത് പറയണം, 1500 രൂപയ്ക്ക് ഇത്രയും ക്വാളിറ്റി ഞാൻ കണ്ടിട്ടില്ല. ഇതിൽ നമുക്ക് ചാർജിങ് ഇൻഡിക്കേറ്റർ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ പവർ എത്ര ബാക്കി ഉണ്ടെന്നിട്ട് ഇവിടെ ഇൻഡിക്കേറ്റർ ഉണ്ട്. ഇതിൽ പവർ ഉണ്ടാക്കാൻ ജസ്റ്റ് ഇത് അമർത്തിയാൽ മതി. കണ്ടോ, ഇതിപ്പോൾ പെയർ ചെയ്യാൻ സംഭവം ചോദിച്ചത് നമ്മുടെ കമ്പ്യൂട്ടറിൽ കുത്തുക, ഇത് അമർത്തുക. ഫസ്റ്റ് പെയറിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റീസെറ്റ് ബട്ടൺ ഉണ്ട്. അത് അമർത്തണം അവർ നമ്മുടെ യൂസർ മാനുവൽ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ടൈം ആണെങ്കിൽ, അല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി പെയർ ആയിക്കോളൂട്ടാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ 2 ജോയ്സ്റ്റിക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓഫ് ആക്കുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, വൈയും ബാക്ക് ബട്ടണും അമർത്തി പിടിച്ചാൽ മതി.
ഇത് നമുക്ക് 3 ജോയ്സ്റ്റിക്ക് വരുന്നുണ്ട്. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കലി പവർ ഓഫ് ആയിക്കോളും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ. നമുക്ക് ഇവിടെ ടൈപ്പ് സി പോർട്ട് ചാർജിങ് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ബാക്ക് സൈഡിൽ കാണാം. ഇവിടെ നമുക്ക് 2 ഡെഡിക്കേറ്റഡ് സെപ്പറേറ്റ് ബട്ടൺ വന്നിട്ടുണ്ട്. വേറെ ജോയ്സ്റ്റിക്കിലൊന്നും ഇല്ലാത്ത സംഭവമാണ്. അതുപോലെ തന്നെ ഇവിടെ ഇതാണ് നമ്മുടെ വൈബ്രേഷൻ മോട്ടർ കൺട്രോൾ ചെയ്യാനുള്ള 2 ബട്ടൺ. പ്ലസും മൈനസും പോലെ തന്നെയാണ്, വേറെ സംഭവമൊന്നുമില്ല. റീസെറ്റ് ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതിൻ്റെ എന്താ പറയുക QR കോഡ് കൊടുത്തിട്ടുണ്ട്. നീഡ് ഹെൽപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഇൻസേർട്ട് USB റിസീവർ ഇൻ ടു ദ PC ആൻഡ് പ്രസ് EvoFox ഹോം ബട്ടൺ. പ്ലഗ് ആൻഡ് പ്ലേ മോഡലാണ്, അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണ്ടല്ലോ. പിന്നെ അതിൻ്റെ കുറച്ച് സർട്ടിഫിക്കേഷനും അതുപോലെ തന്നെ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 500 mAh ബാറ്ററി വരുന്നത് കേട്ടോ. 5 വാട്ടാണ് വരുന്നത്. 5 വാട്ടല്ല 5 വോൾട്ടാണ് വരുന്നത് കേട്ടോ. ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നോർമലി വരുന്ന LB RB RT സംഭവം വരുന്നുണ്ട്. അതൊക്കെ സെയിം തന്നെയാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ഒരു രക്ഷയില്ല. ഇവിടെ ഒരു റബ്ബറൈസ്ഡ് ഫിനിഷാണ് കേട്ടോ. ഒരു ഡാർക്ക് ബ്ലൂ ഡിസൈനാണ് EvoFoxൻ്റെ ബ്രാൻഡിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഓൾറെഡി കോസ്മിക് ബൈറ്റ്സിൻ്റെ ഒരു ഏരീസ് ഒരു മോഡലുണ്ടേ ഉള്ളൂ. ഇത് ഓൾമോസ്റ്റ് 2000 റേഞ്ചിൽ വരുന്നതാണ്. പക്ഷേ ഇതിനായിട്ടും എനിക്ക് കുറച്ചും കൂടിയും സംഭവം ക്വാളിറ്റി തോന്നുന്നുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡ് നല്ല ഇതിനായിട്ടും കുറച്ച് വില കുറവാണ് ഈ സംഭവം, ഈ Amkette. പക്ഷേ ഇതിനായിട്ടും കുറച്ചുകൂടി ക്വാളിറ്റി തോന്നുന്നുണ്ട് കേട്ടോ. കണ്ടോ, നമുക്ക് വെച്ച് നോക്കുമ്പോൾ തന്നെ ക്വാളിറ്റി ഡിഫറൻസ് അറിയായിരിക്കും. ഞാൻ 2 ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടോ, 2ൻ്റെയും ഒരു ഡിഫറൻസ് ഉണ്ട്, ഒരു ക്വാളിറ്റി എനിക്ക്. പക്ഷേ ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളിതിനു മുമ്പ് റെഡ് ഗിയറിൻ്റെ ഒരെണ്ണം പരിചയപ്പെടുന്നുണ്ട്. അത് 1500 റേഞ്ച് തന്നെ. പക്ഷേ ഇതിൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ് ക്വാളിറ്റി കുറഞ്ഞതും തോന്നിക്കുന്നതും ശരിക്കുള്ളതും നമ്മുടെ റെഡ് ഗിയറിൻ്റെ നമ്മളൊന്ന് പരിചയപ്പെട്ടത് തന്നെയായിരുന്നു. നമ്മൾ വീഡിയോ ഉണ്ടായിരിക്കും. നമ്മൾ ഇന്നലെ വീഡിയോ നമ്മൾ ഇട്ടുണ്ടായിരുന്നു. അയ്യോ പ്ലഗ് പോയാനപ്പോൾ ഇത് പോയി കഴിഞ്ഞാൽ പെട്ടുട്ടാ. പിന്നെ നമുക്ക് ബോക്സിൽ ഒരു സ്റ്റിക്കർ ഉണ്ട്, EvoFoxൻ്റെ ഒരു സ്റ്റിക്കർ. ഇതാ കണ്ടോ, പ്ലേ വിത്ത് പവർ എന്നൊക്കെ വന്നിട്ട് നമുക്കൊരു EvoFoxൻ്റെ സ്റ്റിക്കർ. പിന്നെ നമുക്ക് ഇതെടുത്ത് കഴിഞ്ഞാൽ ഒരു USB കേബിൾ ഉണ്ട്. ടൈപ്പ് A to ടൈപ്പ് C USB കേബിൾ നമുക്ക് വരുന്നുണ്ട്. പിന്നെ എന്താ ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളത്. അതായത് നമുക്ക് TV-ലൊക്കെ വേണമെങ്കിൽ കുത്തിയിട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അതായത് USB പ്ലഗ്സ് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള സംഭവമാണ്. അതുപോലെ തന്നെ കുറേ ബുക്ക്ലെറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്താ EvoFoxൻ്റെ തന്നെ. അതുപോലെ തന്നെ 𝐿8ൻ്റെ എൻജോയ് സീംലെസ്ലി ഗെയിം പ്ലേ ഓൺ സ്മാർട്ട് TVs ആൻഡ് PCs അതിൻ്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്താ ടൈം ഈസ് സെറ്റ് യുവർ ടാർഗറ്റ് ടേൺ ഓവർ ടു ഹൗ ടു സീ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതെന്താ 100 ഗെയിമേഴ്സ് അറ്റ് 100%. അത് അവരുടെ എന്തോ കോൺടെസ്റ്റും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊന്ന് എന്താ പറയുക, ഇത് പോസ് ചെയ്തിട്ടൊന്ന് വായിച്ചു നോക്കാട്ടോ. ഒരു ഇമെയിലിലേക്ക് ട്രാക്ക് ചെയ്താൽ നമുക്കിപ്പോൾ ക്ലിയർ ആയി വിചാരിക്കുന്നു. ഒരു ഗെയിമിംഗ് കോൺടെസ്റ്റ് സംഭവമാണ്, നോക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയാണ് സംഭവം. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ അതിൻ്റെ ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയമൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത് കാണാം. ബൈ.